എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡിലെ ഐശ്വര്യ അംഗൻവാടി കെട്ടിടത്തിന് ശിലയിട്ടു. രാവിലെ നടന്ന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ ശിലാസ്ഥാപനം നിർവഹിച്ചു. അംഗനവാടി എന്ന് പറയുന്നത് നമ്മുടെ കേരളം പോലുള്ള സംസ്ഥാനത്ത് കൊച്ചുകുട്ടികൾക്ക് ഒരു ഗർഭിണികൾക്കും കുട്ടികൾക്കും മറ്റെല്ലാവർക്കും ഉപയോഗപ്രദമാവുന്ന രീതിയിലേക്ക് ഒരു ആസ്ഥാന മന്ദിരമാണെന്ന് തുടക്കം കുറിക്കുന്നത്. നമ്മൾ കേരളത്തെ പോലുള്ളൊരു സംസ്ഥാനം എപ്പോഴും ചിന്തിക്കുന്നത് നമ്മൾ കടക്കലാണ് വളം വയ്ക്കേണ്ടത്, തലക്കലല്ല എന്നാണ്. ഒരു സ്ത്രീ ഗർഭിണിയാവുന്ന അവസ്ഥ, പ്രസവിച്ച് മുലയൂട്ടുന്ന അവസ്ഥ, കുട്ടിയുടെ പ്രായങ്ങൾ വളരുന്ന സാഹചര്യത്തിലെല്ലാം ഈ അംഗനവാടിയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നതാണ്. അത് കേരളത്തിലെ ഗവൺമെൻറ് നന്നായിട്ട് ശ്രദ്ധിക്കുന്ന സാഹചര്യമാണ്. ഭക്ഷണം, മരുന്ന്, മറ്റ് പരിചരണങ്ങൾ, കൗൺസിലിംഗ് എല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് ഈ കേന്ദ്രത്തിൽ വരും. അപ്പോൾ അത്തരത്തിലേക്കൊരു പ്രവർത്തനത്തിന് തുടക്കം കുറിക്കാനായിട്ട് എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് മുന്നിട്ടിറങ്ങുക. അതിന് ആസൂത്രണ ഉപാധ്യക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിലെ ജനകീയ ആസൂത്രണ പദ്ധതിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പൊതു രംഗത്തുള്ള ഒരാളുടെ ആസൂത്രിതമായ ഭരണ സംവിധാനത്തെ സഹായിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് വരികയും ഇങ്ങനെ കണ്ടെത്തി കൊടുക്കുകയും ചെയ്യാൻ കഴിയുന്നതിലാണ് ഒത്തൊരുമയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു കെട്ടിടത്തിന് നിർമ്മിക്കാൻ ആവശ്യമായ തറ, അടിത്തറയില്ലാണ്ട് നമുക്കൊന്നും വരില്ല. അപ്പം അതിന് സഹായിച്ച മോഹൻ ചേച്ചി ഉൾപ്പെടെ എല്ലാവരും ഇതിൻ്റെ പങ്കാളികളാണ്. ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ആയാലും അങ്ങനെ ഒരു ഇടമുണ്ടെങ്കിലാണ് നമുക്ക് അതിനകത്ത് കൊടുക്കാൻ കഴിയും. ആ സാഹചര്യത്തിൽ എല്ലാവരുടെയും സഹകരണത്തോടുകൂടിയാണ് ഇത് ഉണ്ടായിട്ടുള്ളത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു അധ്യക്ഷനായി. 6 വർഷമായി നമ്മൾ ഈ അംഗനവാടിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥലം വാങ്ങലും പലരിൽ നിന്നും സഹായ അഭ്യർത്ഥനകൾ ഉണ്ടായിട്ടും പിന്നീട് അത് വഴുതിമാറുന്ന സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. നമുക്ക് സ്ഥലം ലഭിച്ചാൽ മാത്രമേ അംഗനവാടി നിർമ്മിക്കാൻ കഴിയുള്ളൂ എന്ന് നമുക്കറിയാം. വില കൊടുത്ത് സ്ഥലം വാങ്ങലും പ്രായോഗികമായിട്ട് ഏറെ പ്രയാസങ്ങൾ ഉള്ളതാണ്. പക്ഷേ അത് ഇപ്പോൾ സാക്ഷാത്കരിക്കാൻ പോവുകയാണ്. അപ്പോൾ ബാബു നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ ആസൂത്രണ സമിതിയുടെ ഉപാധ്യക്ഷൻ്റെ കാര്യമായിട്ടുള്ള ഒരു ഇടപെടൽ കഴിഞ്ഞ വർഷം മുതൽ ഈ കാര്യത്തിൽ ഉണ്ടായിരുന്നു. ആ ഇടപെടലിൻ്റെ ഭാഗമായിക്കൊണ്ട് ഈ അംഗനവാടി മാത്രമല്ല 7-ാം വാർഡിലെ ഒരു അംഗനവാടിയും വീണ്ടും നമ്മുടെ 3-ാം വാർഡിലെ ഒരു അംഗനവാടിയും, അങ്ങനെ 3 അംഗനവാടി നമുക്ക് ഈ വർഷത്തിൽ നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിയുകയാണ്. വാർഡ് മെമ്പർ PH ബാബു, നാട്ടിക ഫർക്ക റൂറൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK ജ്യോതി പ്രകാശ്, പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PR നിഖിൽ, പഞ്ചായത്ത് അംഗം PA ഷമീർ, മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജൻ പൊട്ടേക്കാട്ട്, അംഗൻവാടി അധ്യാപിക രൂപ ജോഷി, KS ശ്രീരാജു തുടങ്ങിയവർ സംസാരിച്ചു. എടത്തുരുത്തി പൈനൂരിൽ പാറമ്പിൽ ചന്ദ്രമോഹനൻ സൗജന്യമായി നൽകിയ 3 സെന്റ് സ്ഥലത്താണ് പഞ്ചായത്ത് അനുവദിച്ച 10 ലക്ഷവും ബ്ലോക്ക് പഞ്ചായത്ത് അനുവദിച്ച 5 ലക്ഷം രൂപയും വിനിയോഗിച്ച് കെട്ടിടം പണിയുന്നത്. മുഗൾ ജ്വല്ലറി, സുവർണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ജ്വല്ലറി ഇപ്പോൾ നമ്മുടെ 3 പീടികയിലും. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുമായി ട്വിങ്കിൾ ഫാസ്റ്റ്. 1000 രൂപയിൽ തുടങ്ങുന്ന കിഡ്സ് കളക്ഷൻസ്. വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ. 916 സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിലോ തൂക്കത്തിലോ മാറ്റമില്ല. ഏറ്റവും പുതിയ മോഡലുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. 10 പവനിൽ തുടങ്ങുന്ന എക്സ്ക്ലൂസീവ് വെഡിംഗ് സെറ്റുകൾ. ട്രെൻഡി ആൻഡ് ട്രഡീഷണൽ വെറൈറ്റി കളക്ഷൻസ്. പൊന്നിൽ തീർത്ത 3 പതിറ്റാണ്ടിന്റെ ആത്മബന്ധം. മുഗൾ ജ്വല്ലറി, 3 പീടിക ആൻഡ് ത്രിപ്രയാർ. You're watching True Line News.